Welcome to BSc Main Physics Semester 1. Chapter 1, Dynamics of Rigid Bodies. And today's topic is moment of inertia in simple cases. And this is the 5th lecture in this series. Semester 1 for BSc Main Physics students, class number 5. MI in simple cases, moment of inertia in simple cases. MI in simple cases. So we are going to see some simple derivations. And to understand these derivations, you have to remember 3 important integration formulae in mathematics, and that you have studied in your plus 2 class. The important rules of integration, they are: number 1, integral s squared dx equal to x squared by 3 plus there is a constant, and if it is a definite integral, there is no constant. If it is an indefinite integral, there is a constant. So we are dealing with different integrals, so constant is not needed. So you understand integral x squared dx is equal to x squared by 3. And number 2, integrals a to b x squared dx is equal to x squared by 3 from a to b equal to b cubed by 3 minus a cubed by 3. And the third formula important is integral minus a to plus a y dx is equal to 2 integral 0 to a y dx. അപ്പോൾ നമ്മൾ ഈ ചില സിമ്പിൾ കേസിൽ എം ഐ കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ യൂണിഫോം റോഡ്, റെക്റ്റാങ്കുലർ ലാമിന, യൂണിഫോം റിങ്, സ്പിയർ, സിലിണ്ടർ പോലെയുള്ള വസ്തുക്കളുടെ എം ഐ കാണുന്ന ഫോർമുലയാണ്, ആ എം ഐ കാണുന്ന മെത്തേഡാണ്. അതിൻ്റെ എം ഐക്കൊരു ഫോർമുലയുണ്ട്, അത് കാണുന്ന മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഒരു 7 കേസ് അല്ലെങ്കിൽ 8 കേസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 1-2 കേസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേഡ് ചോദിക്കുന്ന പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിന് നമുക്ക് ഈ പ്രധാനപ്പെട്ട ഒരു 3 ഇൻ്റഗ്രേഷൻ ഫോർമുല, മറ്റ് ഫോർമുല വരും, അത് ആ കോൺടെക്സ്റ്റിൽ പഠിച്ചാൽ മതി. തൽക്കാലം ഈ 3 ഓർത്തിരിക്കണം. ഈ ഡെറിവേഷൻ നടത്താനായിട്ട് ഈ ഇൻ്റഗ്രേഷൻ്റെ മാത്തമാറ്റിക്സിലെ കാൽക്കുലസിലെ 3 ഫോർമുല നമ്മൾ ഓർത്തിരുന്നിട്ടാണ് ഈ തുടർന്നുള്ള ഡെറിവേഷൻ പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഫോർമുല ഇതാണ്: ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ ബൈ 3 പ്ലസ് കോൺസ്റ്റൻറ്റ്. കാരണം അതൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വരും. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്നത് എല്ലാം ഡെഫിനിറ്റ് ആയതുകൊണ്ട് ആ കോൺസ്റ്റൻറ്റ് വേണമെന്നില്ല. അങ്ങനെയുള്ള 2 ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്ഡ് ബൈ 3 ഫ്രം എ ടു ബി ഈക്വൽ ടു, ആദ്യം ഫസ്റ്റ് ലിമിറ്റ് കൊടുക്കണം, മൈനസ് ഇട്ട് സെക്കൻഡ് ലിമിറ്റ് കൊടുക്കണം, ബി ക്യൂബ്ഡ് ബൈ 3 മൈനസ് എ ക്യൂബ്ഡ് ബൈ 3 എന്ന് പറയും, എ ക്യൂബ്ഡ് ബൈ 3 എന്ന് പറയും. അതുപോലെ മൂന്നാമത്തെ ഫോർമുലയായിട്ട് പഠിക്കേണ്ടത് ഇൻ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ, ഇൻ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻ്റഗ്രൽ 0 ടു എ വൈ ഡി എക്സ്. അപ്പോൾ ഒന്നാമത്തെ കേസ് ആയിട്ട് പഠിക്കുന്നത് എം ഐ ഇൻ ഡിഫറെൻറ്റ് കേസസ്, എം ഐ ഇൻ സിമ്പിൾ കേസസ്. ഒന്നാമത്തെ കേസായിട്ട് പഠിക്കുന്നത് യൂണിഫോം റോഡാണ്. യൂണിഫോം റോഡ്, എം ഐ ഓഫ് എ യൂണിഫോം റോഡ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ലെങ്ത്. അതാണ് ഫസ്റ്റ് കേസ്. അതായത് ഒരു യൂണിഫോം റോഡുണ്ട്, ഒരു ദണ്ട്. അപ്പം അത് എ ബി എന്നാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. P0 താഴെ ഉണ്ട് കേട്ടോ. P0 അതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്, സെൻറ്ററിലൂടെ പോകുന്ന ആക്സിസ് ആണ്, ലെങ്തിന് പെർപെൻഡിക്കുലർ ആണ്. ഈ യൂണിഫോം റോഡിൻ്റെ മാസ് ക്യാപിറ്റലുമാണ്. റോഡിൻ്റെ നീളം L/2 L നീളം വരും. നടുക്കുന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും L/2 മാർക്ക് ചെയ്യുക. നമ്മൾ ആ റോഡിൽ ഒരു ചെറിയൊരു പോർഷൻ എടുക്കും, ചെറിയൊരു മാസ്. ഈ റോഡിനെ നമ്മൾ അനേകം സ്മോൾ എലമെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സ്മോൾ എലമെൻറ്റിൻ്റെ മാസാണ് സ്മോളം. അത് സെൻറ്ററിൽ നിന്ന് എക്സ് അകലെയാണ്. അതിൻ്റെ വീതി അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് dx ആയിട്ട് വരും. So we are going to see the MI of a uniform road. In the figure, AB is a uniform road, P0 Q0, you put Q0 below. AB is a uniform road, P0 Q0 is an axis passing through center O and perpendicular to length. Capital M is the mass of the uniform road. Total length of road is L, so half length is L/2, O is center, and we take a small element
of mass m at a distance x from O and the small element is of length dx. ഒരു യൂണിഫോം റോഡിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ് നടുക്കൂടിയുള്ള പെർപെൻഡിക്കുലർ ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എം ഐ കണ്ടുപിടിക്കുകയാണ്. അതാണ് ഹെഡിങ്. എം ഐ ഓഫ് യു റീഡ് ഇറ്റ്. എം ഐ ഓഫ് എ യൂണിഫോം റോഡ് എബൌട്ട് എൻ ആക്സിസ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ലെങ്ത്. ഡെറിവേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 12 മാസ് ഇൻറ്റു ലെങ്ത് സ്ക്വയർ ബൈ 12. അതാണ് ഫോർമുല. മാസ് ഇൻറ്റു എൽ സ്ക്വയർ ബൈ 12. ഇതാണ് യൂണിഫോം റോഡിൻ്റെ സെൻറ്റർ ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫോർമുല. നമുക്കിവിടെ ഒരു ചോദ്യമുണ്ട്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് മാസ് ഓഫ് എ ബോഡി കോൺസ്റ്റൻറ്റ്? അങ്ങനെ ചോദ്യം ചോദിക്കാം. ഈസ് എം ഐ ഓഫ് എ ബോഡി കോൺസ്റ്റൻറ്റ്? ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈസ് മാസ് ഓഫ് എ ബോഡി കോൺസ്റ്റൻറ്റ് ഓർ ഈസ് എം ഐ ഓഫ് എ ബോഡി കോൺസ്റ്റൻറ്റ്? അപ്പോൾ ഇത്തരം ചോദ്യത്തിന് ഉത്തരം മാസ് ഓഫ് എ ബോഡി കോൺസ്റ്റൻ്റ് ആണ് ചോദിച്ചത്. കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഈസ് എ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി, ഇറ്റ് ഹാസ് നോ ചേഞ്ച്. ബട്ട് എം ഐ ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. ഈ മാസിന് ഐഡൻറ്റിക്കലാണ് എം ഐ എന്ന് നമ്മൾ പഠിച്ചെങ്കിലും എം ഐ ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്സിസ് വി സിലക്ട്. ഏത് ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കരുതുന്നത്, ആ ആക്സിസ് വെച്ച് എം ഐ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റോഡിന് തന്നെ 2 എം ഐ ഉണ്ട്. ഒന്ന് പ്രധാനമായിട്ടും ഇവിടെ പഠിക്കുന്നത്, ഒന്ന് ഈ സെൻട്രൽ ആക്സിസ്, പിന്നെ അടുത്ത 1 ആക്സിസ്. ആ 1 ആക്സിൽ പോകുമ്പോൾ എം ഐ മാറും. അപ്പോൾ ഓർക്കുക, ഒരു വസ്തുവിൻ്റെ എം ഐ ഒരു കോൺസ്റ്റൻ്റ് സംഖ്യയല്ല, അത് റൊട്ടേഷൻ ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ കേസിൽ റൊട്ടേഷൻ ആക്സിസ് P0 Q0 ആണ്. അത് സെൻറ്ററിലൂടെയാണ് പോകുന്നത്, റോഡിന് പെർപെൻഡിക്കുലർ ആണ്. എം ഐ ഓഫ് യൂണിഫോം റോഡ് എബൌട്ട് എൻ ആക്സിസ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ലെങ്ത്. ഡെറിവേഷൻ ഓഫ് ഐ is ml square by 12. Consider a uniform road of length L and mass capital M. The mass per unit length rho is m by L. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ എടുത്തപ്പോൾ എപ്പോഴും ഈ റോ എന്ന് പറയുന്ന ഒരു ടേം വിചാരിക്കും. അത് മാസ് പെർ ലെങ്ത് ആകാം, മാസ് പെർ ഏരിയ ആകാം, മാസ് പെർ വോളിയം ആകാം. ഇവിടെ മാസ് പെർ ലെങ്ത് ആണ് എടുക്കുന്നത്, റോ എം ബൈ എൽ. റോ ഈസ് എം ബൈ എൽ. Let P0 Q0 be an axis through center and perpendicular to length of the road. Imagine the road to be divided into a number of small elements. Consider one such element of length dx at a distance x from P0 Q0. ഞാൻ പറഞ്ഞ കാര്യമാണ്, ആ റോഡിനെ അനേകം ചെറിയ പീസുകളായിട്ട് ഭാഗിക്കണം. ഒരു പീസിൻ്റെ മാസാണ് സ്മോളം, അത് സെൻറ്ററിൽ നിന്ന് എക്സ് അകലെയാണ്, അതിൽ നീളം ഡി എക്സ് ആണ്. ഇപ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് റോ ആണല്ലോ. അപ്പോൾ ഈ ഡി എക്സിൻ്റെ സ്മോൾ എലമെൻറ്റിൻ്റെ മാസ് എന്താണ്? മാസ് ഓഫ് എലമെൻറ്റ് ഈക്വൽ റോ ഡി എക്സ്. സ്മോൾ എം എന്ന് പറയുന്നത് റോ ഡി എക്സ് ആണ്. സ്മോൾ എം ഈസ് എം ഐ അബൌട്ട് P0 Q0. അത് എം ആർ സ്ക്വയർ ഇക്വേഷൻ. അപ്പോൾ മാസ് റോ ഡി എക്സ് ആണല്ലോ. റോ ഡി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ആക്സിലേക്കുള്ള അകലം എക്സ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ഇസിക്വൽ റോ എക്സ് സ്ക്വയർ ഡി എക്സ്. നമ്മൾ ഡി എക്സ് അവസാനമാണ് എഴുതുന്നത്. Therefore, MI of the whole road is obtained by integrating the above expression between limits x is equal to minus L by 2 and x is plus L by 2. അപ്പോൾ ഒരു സാമ്പിൾ പീസിൻ്റെ എം ഐ കണ്ടുപിടിച്ചാൽ ആ എൻ്റയർ റോഡിൻ്റെ എം ഐ കാണാൻ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേഷൻ ലിമിറ്റ് മൈനസ് എൽ ബൈ 2 ടു പ്ലസ് എൽ ബൈ 2 ആണ്. ലെഫ്റ്റിലേക്ക് പോയാൽ മൈനസ് എൽ ബൈ 2, റൈറ്റിലേക്ക് വന്നാൽ പ്ലസ് എൽ ബൈ 2. അതുകൊണ്ടാണ് ലിമിറ്റ് മൈനസ് എൽ ബൈ 2 ടു പ്ലസ് എൽ ബൈ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. therefore I is equal to integral മൈനസ് എൽ ബൈ 2 ടു പ്ലസ് എൽ ബൈ 2 റോ എക്സ് സ്ക്വയർഡ് എക്സ്. പ്ലസ് എൽ ബൈ 2 പ്ലസ് വേണമെന്നില്ല, അങ്ങനെ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ ആ റൂൾ അപ്ലൈ ചെയ്യും. നമ്മൾ രണ്ടാമത്തെ റൂൾ പറഞ്ഞ മൂന്നാമത്തെ റൂൾ പറഞ്ഞില്ലേ, ഈ മൈനസ് എ ടു പ്ലസ് എ വൈ ഡി എക്സ് ആണെങ്കിൽ 2 ഇൻറ്റഗ്രൽ 0 പ്ലസ് എന്ന് പറയുമല്ലോ. അപ്പം അതുകൊണ്ട് ആ റൂൾ ഇൻറ്റഗ്രേഷൻ റൂൾ കൊടുക്കുകയാണ്. ഇപ്പം മൈനസ് എൽ ബൈ 2 ടു പ്ലസ് എൽ ബൈ 2 വൈ ഡി എക്സ്, അല്ലെങ്കിൽ മൈനസ് എ ടു പ്ലസ് എ വൈ ഡി എക്സ്, അത് 2 ഇൻറ്റഗ്രൽ 0 ടു എ വൈ ഡി എക്സ്. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഐ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റഗ്രൽ 0 ടു എൽ ബൈ 2 റോ എക്സ് സ്ക്വയർ ഡി എക്സ് 2 ടൈംസ്. ആ ലോവർ ലിമിറ്റ് മാറ്റി നമ്മൾ ടോയ്സ് ടൈം എടുക്കുമ്പോൾ താഴെ 0 കൊടുത്താൽ മതി.
ആ റോ കൂടി എക്സ്പ്രഷൻ പുറത്തേക്ക് കൊടുക്കുമ്പോൾ 2 റോ ഇൻ്റഗ്രൽ 0 to L/2 എസ് സ്ക്വയർ ഡി എക്സ് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ s³ 2 റോ ഇൻറ്റു s³ ഫ്രം 0 to L/2. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് ലിമിറ്റ് ആദ്യം കൊടുക്കണം, മൈനസ് ഇട്ട് സെക്കൻഡ് ലിമിറ്റ് കൊടുക്കണം. 2 റോ ഇൻറ്റു L³ L³ L/2 ക്യൂബ്ഡ് അപ്പോൾ L³ 8/3 മൈനസ് 1 ദാറ്റ് ഈസ് 2 റോ L³ 24 എന്ന് കിട്ടും. ദാറ്റ് ഈസ് റോ L²/12 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ റോയുടെ വാല്യൂ എഴുതണം. റോ M/L ആണല്ലോ, റോയുടെ വാല്യൂ M/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും I is M/L സ്ക്വയർ L³/12 M/L³/12 ഒരു L ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് I is ML²/12. അതാണ് ഇക്വേഷൻ. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഈ റോഡിൻ്റെ യൂണിഫോം റോഡിൻ്റെ റേഡിയസ് ഓഫ് ജനറേഷൻ കൂടി ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എന്താണ്? I is ML²/12 ആണ്. റേഡിയസ് ഓഫ് ജനറേഷൻ K ആണല്ലോ. K വെച്ച് ഒരു വസ്തുവിൻ്റെ MI പറയുന്നത് I is MK² എന്നാണ്. If K is radius of gyration, the MI of a body we write as I is MK². So we can write MK² is ML²/12. Comparing K² is L²/12. K is L/√12 and this is the radius of gyration of a uniform road. ഇനി അടുത്ത ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുന്നതാണ് ബി പാർട്ടായിട്ട്. സെക്കൻഡ് പാർട്ട്, MI of a uniform road about an axis passing through one end and perpendicular to length. നമ്മൾ പഠിച്ചത് MI of a road passing through center and perpendicular to length. And next is MI of a road passing through one end and perpendicular to length. And for that we here the derivation is result is I is ML²/3. You make it clear, ML²/3. The MI of uniform road about an axis passing through one end and perpendicular to length is I is ML²/3. That we are going to see. And for that we apply the theorem of parallel axis. It is represented in the figure. We apply theorem of parallel axis. Let AB be the road of mass capital M and length L. P0Q0 is an axis through center and perpendicular to length. PQ is a parallel axis passing through one end and perpendicular to length. We have to find IPQ. MI about PQ. We have to find IPQ. By theorem of parallel axis, it is written here I is I0 plus MA². I is I0 plus MA². That is theorem of parallel axis. That we apply. I is IPQ. We have to find IPQ. The theorem of parallel axis we can write as I is I0. We have to find IPQ. But I0 is P0Q0 ML²/12. We have just seen the result. And A is equal to L/2. The distance between the two axes is L/2. So the theorem of parallel axis we can write as, that is I is equal to I0 plus MA² we can write as I is equal to ML²/12 plus MA², M into L/2 square, since A is L/2. On squaring we get I is ML²/12 plus ML²/4. Take ML² common factor. We get ML² into 1/12 plus 1/4. 1/12 plus 1/4 is 1/3. You add it, taking LCM. So I is ML²/3. So you understand, a uniform road has, here we discussed 2 MI. One is MI about an axis passing through center and perpendicular to length. And other is MI about an axis passing through one end and perpendicular to length. The expressions are different. In the first case, we obtained I is ML²/12. In the second case, we obtained I is ML²/3.
അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട സംഗതി ഇതാണ്. നമ്മളിവിടെ ഒരു യൂണിഫോം റോഡിൻ്റെ MI 2 വ്യത്യസ്ത ആക്സിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കേസിൽ ഈ യൂണിഫോം റോഡിൻ്റെ ആക്സിസ് സെൻറ്ററിലാണ് വിചാരിച്ചത്. രണ്ടാമത്തെ കേസിൽ ആക്സിസ് 1 എൻഡിലാണ് വിചാരിച്ചത്. അപ്പോൾ സെൻട്രൽ ആക്സിസ് ആണെങ്കിൽ ഐയുടെ ഇക്വേഷൻ mL²/12 ആണ്. 1ൻ്റെ ആക്സിസ് ആണെങ്കിൽ ഐയുടെ ഇക്വേഷൻ mL²/3 ആണ്. mL²/3 ആണ്. ആക്സിസ് അനുസരിച്ച് ഒരു വസ്തുവിൻ്റെ MI മാറിക്കൊണ്ടിരിക്കും. ഈ റിസൾട്ടിൻ്റെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ് MI ഓഫ് റെക്റ്റാങ്കുലർ ലാമിന. കേസ് 2 ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. MI ഓഫ് റെക്റ്റാങ്കുലർ ലാമിന. ലാമിന എന്ന് വെച്ചാൽ തിൻ ഷീറ്റാണ്. ഈ കാണുന്നതാണ് തിൻ ഷീറ്റ്. ഒരു കാർഡ് ബോർഡ് വിചാരിച്ചാൽ മതി. ആ കാർഡ് ബോർഡിൽ നമ്മൾ 3 ആക്സിസ് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് എക്സ് ആക്സിസ്, രണ്ടാമത്തെ Y ആക്സിസ് പെർപെൻഡിക്കുലറായിട്ട് വരും. Z ആക്സിസ് അതിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്നതാണ് Z ആക്സിസ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ റെക്റ്റാങ്കുലർ ലാമിനയുടെ Z ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള MI കാണണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ഉത്തരം I = m × L² + B² / 12 എന്നാണ്. L നീളം, വീതി B ആണ്. റെക്റ്റാങ്കുലർ ലാമിനയുടെ പെർപെൻഡിക്കുലർ ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള MI I = m × L² + B² / 12 ആണ്. L ലെങ്ത്, B ബ്രെഡ്ത്ത്, M എന്നുള്ളത് ലാമിനയുടെ മാസ്. അത് എങ്ങനെ കിട്ടും എന്ന് നോക്കുക. MI ഓഫ് എ റെക്റ്റാങ്കുലർ ലാമിന എബൌട്ട് ആൻ ആക്സിസ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. പ്ലെയിനാണ് പെർപെൻഡിക്കുലർ. I = m × L² + B² / 12. So you see, consider a rectangular lamina of length L and breadth B. Let capital M be the mass. XOX dash and YOY dash are the two axes in the plane of the lamina, and these axes meet at the center row. Z dash is a perpendicular axis. എല്ലാം പഠിത്തലുണ്ട്. In the plane of the lamina, the 3 axes meet at O by theorem of perpendicular axes. AXs IZ is IX plus IY. Z ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള MI ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ IY കണ്ടുപിടിക്കണം. IXന് പകരം IY ആണ് കാണുന്നത്. അത് കാണാനായിട്ട് നമ്മൾ ആ ലാമിന നോക്കിയാൽ ആ ലാമിനയെ നമ്മൾ ആ എക്സ് ആക്സിന് പാരലായിട്ട് അനേകം ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ട്രിപ്പായിട്ട് ഭാഗിക്കുകയാണ്. അല്ലെങ്കിൽ YY' പെർപെൻഡിക്കുലറായിട്ട് ഭാഗിക്കുകയാണ്. നോക്കിയേ, YY' പെർപെൻഡിക്കുലറായിട്ട് അനേകം സ്ട്രിപ്പായിട്ട് ആ മോഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്പാണ്. അതുപോലെ അനേകം സ്ട്രിപ്പുകളായിട്ട് അനേകം യൂണിഫോം റോഡുകളായിട്ട് ഭാഗിക്കുകയാണ്. അനേകം യൂണിഫോം റോഡുകളായിട്ട് ലാമിനയെ ഭാഗിക്കുകയാണ്. Imagine the lamina to be divided into a number of small strips, all parallel to XOX dash axis. The MI of one such strip about Y axis mL²/12 ആണ്. Y axis പെർപെൻഡിക്കുലറായിട്ട് വരും. അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല കൊടുക്കണം. mL²/12 ഒരു സ്ട്രിപ്പിൻ്റെ മാസ് മോളം എടുക്കുകയാണ്. അങ്ങനെ അനേകം സ്ട്രിപ്പ് കൂടിച്ചേർന്നാണ് കംപ്ലീറ്റ് ലാമിന. Therefore, MI of the whole lamina about Y axis IY = sigma mL²/12. Sigma m be write as capital M = mL²/12. Similarly, MI of whole lamina about X axis. അപ്പോൾ നമ്മൾ ഇനി പെർപെൻഡിക്കുലറായിട്ട് ഡിവൈഡ് ചെയ്യണം. നേരത്തെ ഡിവൈഡ് ചെയ്തതിന് പെർപെൻഡിക്കുലർ ഡിവൈഡ് ആണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ MI കണക്കാക്കിയാൽ കിട്ടുന്നത് IX is m B²/12. എക്സ് ആക്സിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ആ ലാമിനായ സ്ട്രിപ്പിലായിട്ട് ഭാഗിച്ചാൽ MI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മുമ്പത്തെ പോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ IX is mL²/12 എന്ന് കിട്ടും. അപ്പോൾ തിയറം അപ്ലൈ ചെയ്യണം. തിയറം എന്താണ്? I is IX plus IY. IX is mL²/12. IY is MB²/12. Here M is taken out. We get I is m × L² plus B²/12. Or we can write I is m × L² plus B² / 12. That is the answer.
അപ്പം അതിന് 2 ക്വസ്റ്റ്യൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ റെക്റ്റാങ്കുലർ ലാമിന മനസ്സിലായല്ലോ. റെക്റ്റാങ്കുലർ ലാമിന കാണുന്നത് നമ്മൾ ആദ്യം ഈ എക്സ് ആക്സിന് പാരലായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സ്ട്രിപ്പിൻ്റെ ml² ആണ്. അങ്ങനെ എല്ലാ സ്ട്രിപ്പിനെയും കണ്ടുപിടിക്കണം. അപ്പോൾ സിഗ്മ എം എന്ന് കൊടുക്കും. രണ്ടാമത്തെ കേസിൽ ഇതേ സ്ട്രിപ്പുകൾ തന്നെ നമ്മൾ വൈ ആക്സിന് പാരലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. തിരിച്ച് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് വിചാരിക്കണം. അത് പടത്തിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ഭാഗിക്കുമ്പോഴാണ് mb²/12 എന്ന് കിട്ടുന്നത്. അത് രണ്ടും കൂട്ടുന്നതാണ് IZ. അതിൻ്റെ ഉത്തരമാണ് അവസാനം എഴുതിയിരിക്കുന്നത് m×l² + b²/12. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് ആൻസറായിട്ട് പതിവായിട്ട് ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് എക്സ്പ്രഷൻസ് ഫോർ mi of a straight uniform road A about an axis through center and perpendicular to length. Number 2, about an axis through one end and perpendicular to length. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ഡിറൈവ് mi of a rectangular lamina. ആ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടില്ല. ഡിറൈവ് mi of a rectangular lamina. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്.